ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ ഇപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? യെസ്, ലൈഫ്സ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചാമ്പർ അല്ലേ, അതിൻ്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണാം കേട്ടോ. ദെൻ മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. എന്താണ് ഇവിടെ പറയുന്നത്? സെൽ ബയോളജിയിലെ എന്താണ് ഹിസ്റ്ററിയിലുള്ള നാഴികക്കല്ലുകൾ അല്ലെ, ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്നൊക്കെ പറയും അല്ലെ. ഇതാണ് റോബർട്ട് ബ്രൗൺ അല്ലെ, ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ദ ന്യൂക്ലിയസ്. എന്താണ് നമ്മളെ ഈ സെന്റർ ഓഫ് ദ സെൽ അല്ലെ, സെന്റർ ഓഫ് ദ സെൽ കണ്ടെത്തി അല്ലെ, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു അല്ലെ. സെന്റർ ഓഫ് ദ സെല്ലാണ് എന്ത്? ന്യൂക്ലിയസ്. റോബർട്ട് ബ്രൗൺ ആണ് അല്ലെ, 1831. ദെൻ M.J. Schleiden അല്ലേ, ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്താണ് നമ്മളെ പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സിന്റെ ബോഡി അല്ലെ, സസ്യ ശരീരം സെല്ലുകളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അല്ലെ. ഈ പ്ലാന്റ്സിന്റെ ബോഡി എന്താണ്? സെല്ലുകളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അല്ലെ, 1838 അല്ലെ, M.J. Schleiden. ദെൻ നെക്സ്റ്റ് ഇതാരാണ്? തിയോഡർ ഷാൻ അല്ലെ, ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ആൻ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ അല്ലെ. അപ്പൊ എന്താണ് 1839 അല്ലെ. അപ്പൊ എന്താ ഇവിടെ കണ്ടുപിടിച്ചത്? ആനിമൽസിന്റെ ബോഡി എന്താണ്? സെല്ലുകളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആരാണ്? തിയോഡർ ഷാൻ അല്ലെ. അടുത്ത ആരാണ്? റുഡോൾഫ് വിർഷോ അല്ലെ, റുഡോൾഫ് വിർഷോ ആണ് അല്ലെ. ഒബ്സർവ്ഡ് ഡിവൈഡിങ് സെൽസ് ആൻഡ് inferred that new cells arise only from existing cell. 1858 അല്ലെ. എന്താണ്? വിഭജിക്കുന്ന ഈ സെല്ലുകളെ നിരീക്ഷിച്ചു. നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം എന്താ രൂപീകരിച്ചു അല്ലെ. അപ്പൊ സെല്ലുകൾ എന്താണ്? ഒന്നിൽ നിന്ന് പുതിയത് ഉണ്ടാവുകയാണ് അല്ലെ. അതായത് നിലവിലുള്ള സെല്ലുകളിൽ നിന്നാണ് വേറെ പുതിയ ഉണ്ടാകുന്നതെന്ന് എന്താ റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചു അല്ലെ, 1858. ദെൻ സെൽ തിയറി. എന്താണ് സെല്ലിന്റെ തിയറി എന്ന് നോക്കിയേ. എന്താണ്? ദ സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ M.J. Schleiden ആൻഡ് തിയോഡർ ഷാൻ. Summarizing the findings of various scientists, it puts forward two main concepts. First, the body of all organisms is made up of cells. സെക്കൻഡ് വൺ എന്താണ്? സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. എന്താണ്? വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തത് കൊണ്ടാണ് എന്ത് M.J. Schleidenനും തിയോഡർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് എന്ത്? സെൽ തിയറി അല്ലെ. രണ്ട് മുഖ്യ ആശയങ്ങളാണ് ഈ സെൽ തിയറിയിൽ മുന്നോട്ട് വെച്ചത്. എന്താണ്? എല്ലാ ജീവശരീരവും എന്താണ്? എല്ലാ ഓർഗാനിസത്തിന്റെയും ബോഡി എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലിനോടാണ് അല്ലെ. എല്ലാ ജീവശരീരവും എന്താണ്? സെല്ലിനോട് ഉണ്ടാക്കിയതാണ് അല്ലെ. പിന്നെ അടുത്ത എന്താ പറയുന്നത്? ജീവികളുടെ ഫങ്ഷണൽ യൂണിറ്റും സ്ട്രക്ചറലും എന്താണ് ആണ് എന്ത്? സെല്ല് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? ജീവികളുടെ ഓർഗാനിസത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സും സ്ട്രക്ചറൽ യൂണിറ്റ്സും എന്താണ്? അതൊക്കെ എന്താ? സെല്ലുകളാണ് അല്ലെ. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽസ്? എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ സെല്ലുകൾ പെർഫോം ചെയ്യുന്നത്? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. നോക്കൂ, ഈ ചിത്രീകരണം നോക്കാം നമുക്ക് അല്ലെ. എന്താ ഫങ്ഷൻസ് ഓഫ് സെല്ല്? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ, അന്യവസ്തുക്കളെ ഫോറിൻ അല്ലെ, അന്യവസ്തുക്കൾ എന്താ? പ്രതിരോധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഇവിടെ റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. എന്താണ്? ന്യൂട്രിയൻസിൽ നിന്ന് എന്താണ്? എനർജി സ്വതന്ത്രമാക്കുന്നുണ്ട് അല്ലെ. പിന്നെ സിന്തസൈസ് ബയോമോളിക്യൂൾസ്. എന്താണ്? ഈ ബയോമോളിക്യൂൾസ് നിർമ്മിക്കുന്നു. ഓക്കെ. ദെൻ അതാണ് ഫങ്ഷൻസ് ഓഫ് സെൽ കേട്ടോ, ഈ മൂന്നെണ്ണം കേട്ടോ. എന്തൊക്കെ? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ദ സ്ട്രക്ചർ ഓഫ് എ സെൽ ഈസ് കോംപ്ലക്സ് ഇനഫ് ടു perform all these functions. There are specific parts to perform each physiological functions inside the cell. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് എന്ത്? ഈ സെല്ലിന്റെ ഘടന. ഓരോ ജീവധർമ്മവും ഓരോ ബയോമോളിക്യൂൾസും അല്ലെ, ഓരോ എന്താണ് ജീവധർമ്മവും നിറവേറ്റുന്നതിനായി എന്താണ്? സെല്ലിൻ്റെ ഉള്ളിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കൂ, ഒബ്സർവ് ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ് സെൽ. എന്താണ്? പ്ലാന്റ് സെല്ലിലുള്ള വിവിധ ഭാഗങ്ങളാണ് കേട്ടോ. നോക്കൂ എന്തൊക്കെയാണിത്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ, റൈബോസോം അതിലെ പിന്നെ ഇതെന്താണ്? ഇതെന്താണ്?
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ ഇത് സൈറ്റോപ്ലാസം, ഇതെന്താണ് ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ഇതെന്താ ഗോൾജി കോംപ്ലക്സ്, വാക്യൂൾ, ഇതാണ് കേട്ടോ വാക്യൂള്, പിന്നെന്താ മിറ്റോകോൺട്രിയോൺ, ഇത് പിന്നെ സെൽ വാൾ, ഇത് അല്ലേ പ്ലാന്റ് സെല്ലാണ് ഇത് കേട്ടോ. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ സെൽ വാൾ അല്ലേ. എന്താണ് നിങ്ങൾ ഈ സെൽ വാളും അതുപോലെ സെൽ മെമ്പറൈനൊക്കെ, ദ സൈറ്റോപ്ലാസം, ദ ന്യൂക്ലിയസ് എക്സെട്ര, ഇതൊക്കെ നിങ്ങൾ ഫെമിലിയർ ആണ് അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങളാണ്, മുമ്പ് പരിചയപ്പെട്ടതാണ് അല്ലേ. വാട്ട് ആർ ദ അതർ പാർട്സ് യു ഒബ്സർവ് ഇൻ ദ ഫിഗർ ലിസ്റ്റ് ദ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതിയാൽ മതി. ഇതിലില്ലാത്ത ഏതൊക്കെ നിങ്ങൾ അറിയുന്നത് എന്താണ്, സെൽവാളും സെൽ മെമ്പറൈനും അല്ലേ, സെൽവാളും സെൽ മെമ്പറൈനും എല്ലാത്തും, പിന്നെ സെൽവാൾ ഇത് ആദ്യം നമുക്ക് അറിയുന്നതാണ്, പിന്നെ സെൽ മെമ്പറൈൻ നമുക്ക് അറിയുന്നതാണ്, ന്യൂക്ലിയസ് നമുക്ക് അറിയുന്നതാണ് അല്ലേ. വയലില്ലാത്തൊക്കെ ഇങ്ങോട്ട് താഴോട്ട് എഴുതിയാൽ മതി, അതിൽ നോക്കിയിട്ട് തന്നെ അല്ലേ. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ടു നോ മോർ അബൌട്ട് ഈച്ച് സെൽ ഓർഗാനില്ല അല്ലേ. എന്താണ് അല്ലെ, ഓരോ സെല്ലിൻ്റെയും അല്ലേ, ഓരോ സെൽ ഓർഗാനിലിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ എന്താണ് ചുവടെ നൽകിയ വിവരങ്ങൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിന് മുന്നേ നോക്കൂ, പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും. എന്താണ് പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും? ഓൾ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. എന്താണ് എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അല്ലേ. അതായത് എല്ലാ സെൽ മെംബ്രെയിനുള്ളിലുള്ള എല്ലാ സബ്സ്റ്റൻസിനെയുമാണ് എന്ത് പറയുന്നത്, ആ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അല്ലേ. സൈറ്റോപ്ലാസം ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. എന്താണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്, എന്താണ് പ്രോട്ടോപ്ലാസത്തെ എല്ലാ പാർട്ടുമാണ് എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള എല്ലാ പ്രോട്ടോപ്ലാസത്തിന്റെ പാർട്സുകളും സൈറ്റോപ്ലാസ് ആണ് കേട്ടോ. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസ്, സെൽ മെംബ്രെയിനുള്ള എല്ലാ പാർട്സ് സബ്സ്റ്റൻസും എന്താണ് പ്രോട്ടോപ്ലാസ് ആണ് അല്ലേ. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്തായാലും ന്യൂക്ലിയസ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പ്രോട്ടോപ്ലാസത്തിലുള്ള എല്ലാ പാർട്സും എന്താണ് സൈറ്റോപ്ലാസ് ആണ്. ഓൾ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആർ പ്രസന്റ് ഇൻ ദ സൈറ്റോപ്ലാസം. എന്താണ് ഇവിടെ പറയുന്നത്, ഈ സൈറ്റോപ്ലാസത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എന്താണ് ഈ എന്തിലാണ് ഈ സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്താണ് ഓൾ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആർ പ്രസന്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എന്താണ് ഈ സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി എന്താണ് ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് എന്ത് സെൽ ഓർഗാനില്ലസ് അല്ലെ. സെൽ ഓർഗാനിൽസ്. ഓക്കെ, ദെൻ ഇതെന്താണ് അടുത്തത് മൈറ്റോകോൺട്രിയോൺ. എന്താണ് മൈറ്റോകോൺട്രിയോൺ? പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്താണ് കോശത്തിലെ സെൽ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. എന്താണ് ഈ സെല്ലിലെ ഊർജ്ജ നിലയും ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്താണ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് എനർജി. എനർജീൻ്റെ സ്റ്റോറേജിനും പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ സെല്ലിലെ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണിത്. അബണ്ടൻ്റ്ലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ് വെർ എനർജി റിക്വയർമെന്റ്സ് ഈസ് ഹൈ. എന്താണ് നമുക്ക് ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് എന്ത് ഈ മൈറ്റോകോൺട്രിയോൺ അല്ലെ. എന്താണ് ഊർജം ആവശ്യമായ ലിവറിൽ, ബ്രെയിനിൽ, മസിൽസിൽ അല്ലെ എന്നിവയിലെ സെല്ലുകളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അടുത്ത എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് അടുത്തത്. ദ പാസേജ് ഇൻ ദ സെൽ. എന്താണ് സെല്ലിന്റെ സഞ്ചാരപാത. പിന്നെ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദ ഓർഗാനില്ല. എന്താണ് ഈ സെല്ലിന് ഉള്ളിൽ എന്താണ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്സ് പ്ലേസ് ത്രൂ ദ ഓർഗാനില്ല. എന്താണ് ഈ സെല്ലിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് അല്ലെ. ഇതൊരു സഞ്ചാരപാതയാണിത് അല്ലെ. സെല്ലിന്റെ ഒരു പാസേജ് ആണിത്. എന്താണ് ഈ സെല്ലിന്റെ ഉള്ളിൽ എന്താണ് ഈ ഓർഗാനില്ല അല്ലെ. ത്രൂ ദ ഓർഗാനില്ല സഞ്ചാര സംവഹനം നടക്കുന്നത് എന്താണ് ഈ ഓർഗാനിലൂടെയാണ് അല്ലെ. സഞ്ചാരം അതായത് കണ്ടക്ഷൻ ഓഫ് എ മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഓർഗാനില്ല അല്ലെ. ഇതിലൂടെയാണ് എന്ത് ഈ സെല്ലിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ഓൾസോ നോൺ ആസ് എ സൈറ്റോസ്കെലിറ്റൻ ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ. എന്താണ്
കോശത്തിന് അതായത് സെല്ലിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ എന്താണ് ഇതിനെ പറയുന്നത്? സൈറ്റോസ്കെലിറ്റൻ എന്നും അറിയപ്പെടുന്നു. എന്താണ്? ഈ സെല്ലിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ എന്താണ് ഇതിനെ സൈറ്റോസ്കെലിറ്റൻ എന്ന പേരും പറയുന്നുണ്ട് കേട്ടോ. ദെൻ ഈ റൈബോസോം എന്താണ്? റൈബോസോം സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. എന്താണ്? ഈ സെല്ലിന്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് അല്ലെ അത്. സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. സെല്ലിലെ പ്രോട്ടീൻ സിന്തസിസിന്റെ സെന്റർ ആണിത്. സീൻ ഐദർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഫ്രീ ആയിട്ടോ കാണപ്പെടുന്നുണ്ട് റൈബോസോം. ഓക്കെ. ദെൻ എന്താണ്? വാക്യൂൾ. വാക്യൂൾ എന്താണ്? വാക്യൂൾ കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. എന്താണ്? ഈ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ എന്താണ് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോർസ് വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എക്സെട്ര. എന്താണ്? വാട്ടറും സോൾട്ടും പിന്നെന്താണ് ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്താണ് വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതൊക്കെ എന്താണ്? വാക്യൂളാണ് കേട്ടോ. ദെൻ അടുത്ത് ഗോൾഗി കോംപ്ലക്സ് കളക്ട് സെൽസ്, cell secretions like enzymes, hormones, mucose, etc. in small vesicles. എന്താണ് ഇവിടെ പറയുന്നത്? ഈ എൻസൈംസും ഹോർമോൺസും പിന്നെന്താ മ്യൂക്കോസും തുടങ്ങിയ ഈ സെൽ സെക്രീഷൻസിൻ്റെ ചെറു വെസിൽസാണിത്. നിങ്ങളെ ചെറു എന്താണ് വെസിൽസ് ആക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? ഈ എൻസൈമ്, ഹോർമോണ്, പിന്നെന്താണ് മ്യൂക്കോസ് അങ്ങനെ തുടങ്ങിയ ഈ സെൽ സെക്രീഷൻസിന് എന്താണ് ചെറു സ്ഥരസഞ്ചികളിലാക്കുന്നു. എന്താണ്? ചെറിയ വെസിൽസിലാക്കുന്നു. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? സീൻ ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. എന്താണ്? ഈ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഗ്ലാൻഡുലാർ സെല്ല് എന്താണ് ഒരുപാട് കാണുന്നുണ്ട്. ഗ്ലാൻഡുലാർ സെൽസിൽ എന്താണ് കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഈ ഗോൾഗി കോംപ്ലക്സ്. ഓക്കെ, അതാണ് കേട്ടോ. കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ റിലേറ്റഡ് ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിലസ്. എന്താണ് വിവിധ തരം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിലസിൽ ബന്ധപ്പെട്ട് ഈ ഓർഗാനിലസിന് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാക്യൂള് ഏതാന്നുള്ളതും ഇതൊക്കെ അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ ഒരു പവർ ഹൗസ് സീൻ ഇൻ പ്ലെന്റി ഇൻ ദ ലിവർ, ബ്രെയിൻ, മസിൽസ് എക്സെട്ര. ഇതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതാണ്? പ്ലെന്റി ഇൻ ലിവർ, ബ്രെയിൻ, മസിൽസ്. ഇതിൽ നോക്കി പറഞ്ഞാൽ മതി അല്ലേ. എവിടെയാണ് പ്ലെന്റി ഓഫ്? എവിടെ? ഇവിടെ വരുന്നുണ്ട് അല്ലേ. അതാണ് മൈറ്റോകോൺട്രിയ അല്ലേ. ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ് ഫോർ എനർജി റിക്വയർമെന്റ് ഇസ് ഹൈ അല്ലേ. അതാണ് ഇവിടെ. അപ്പോൾ അത് ഇത് നോക്കിയിട്ട് ഓരോന്ന് എഴുതുക കേട്ടോ. പിന്നെ stages of development. The development of a cell biology is the result of the growth in the field of research of microscope. A compound microscope magnifies an object only 2000 times maximum its size. Electron microscope utilizes electrons instead of a light source. With the emergence of the electron microscope which magnifies object millions times clearly, we got a through the understanding of microscopic cell organelles. എന്താണ് ഇവിടെ പറയുന്നത്? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലേ. എന്താണ് ഡെവലപ്മെന്റ് അല്ലേ. ഇതിന്റെ ഡെവലപ്മെന്റ് ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വളർച്ചയുടെ പടവുകളാണ് അല്ലേ. എന്താ ഇവിടെ പറയുന്നത്? സെൽ ബയോളജിന്റെ വളർച്ച ഈ മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് എന്ന് പറയാം അല്ലെ. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയുള്ളൂ. അതുപോലെ പ്രകാശ സ്രോതസ്സിന് പകരം എന്താണ് ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെ ഈ സെല്ലിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംഗങ്ങളെ കുറിച്ച് എന്താണ് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത് അല്ലേ. എന്താ ഇവിടെ പറഞ്ഞത് മനസ്സിലായോ? സെൽ ബയോളജിന്റെ വളർച്ച ഡെവലപ്മെന്റിലൂടെയാണ് എന്തായത് ഈ അതായത് ഈ സെൽ ബയോളജിന്റെ
വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് എന്ന് പറയാം അല്ലെ. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് എന്താ വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയുള്ളൂ. പ്രകാശ സ്രോതസ്സിന് പകരം എന്താണ് ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ചിത്രം 16 അല്ല 1.6 അല്ലെ, അതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കണ്ടോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇതിലൂടെ. ദെൻ എന്താണ് പ്രകാശ സ്രോതസ്സിന് പകരം എന്താ ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് എന്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെ കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംശങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത് അല്ലേ. The history of microscope is the best evidence showing how science enables the development of technology and how technology enables the development of science. It would be very interesting to collect information and pictures of various microscopes from the simple microscope that helps Robert Hooke to observe in tiny chambers of life to the advanced microscope that enables us to understand the secrets of life within those tiny chambers. Organize an exhibition including all the collections. എന്താണ് പറയുന്നത്? ശാസ്ത്രം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും സഹായകമാകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് എന്ത് ഈ മൈക്രോസ്കോപ്പിന്റെ ചരിത്രം അല്ലെ. ജീവന്റെ കുഞ്ഞറകളെ നിരീക്ഷിക്കാൻ റോബോട്ട് ഹുക്കിനെ സഹായിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ നൂതന മൈക്രോസ്കോപ്പുകൾ വരെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് ഏറെ കൗതുകമായിരിക്കും. എല്ലാ കൂട്ടുകാരും ശേഖരിക്കുന്ന ഉൾപ്പെടുത്തി ഒരു പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ ന്യൂക്ലിയസ് ദ റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ. എന്താണ് ന്യൂക്ലിയസ് അല്ലെ, മർമ്മം. എന്താണ് ഈ റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ, സെല്ലിന്റെ നിയന്ത്രണ കേന്ദ്രം ന്യൂക്ലിയസ്. Isn't it necessary to control and coordinate innumerable life activities in the cell? The various proteins produced in the cell play a major role in regulating various activities in the cell. The synthesis of protein is under the control of genes in the chromatin reticulum in the nucleus. Hence, the nucleus is considered as the regulatory center of the cell. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സെല്ലിന്റെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ അല്ലെ. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം ന്യൂക്ലിയസ് സെല്ലിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. ചുവടെ നൽകിയ ചിത്രീകരണം നിരീക്ഷിക്കുക. കണ്ടോ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയോ. ന്യൂക്ലിയർ പോറ്, ന്യൂക്ലിയോളസ്, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ, ക്രോമാറ്റിൻ റെറ്റിക്കുലം അല്ലെ. എന്താണ് ആദ്യം നമുക്ക് എന്താണ് ന്യൂക്ലിയർ പോർ എന്താന്ന് നോക്കുക. എന്താണ് ന്യൂക്ലിയർ പോർസ് ആർ പോർസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. എന്താണ് ഈ ന്യൂക്ലിയസ് മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങൾ, ചെറിയ പോർസ് അല്ലെ, പോർസുകൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. ന്യൂക്ലിയോളസ് എന്താണ് ദേ ആർ സ്പെറിക്കൽ ബോഡീസ്. എന്താണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഈ റൈബോസോം എന്താണ് ദേ പ്ലേ എ മേജർ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് റൈബോസോം അല്ലെ. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ഈ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ എന്താണ് റൈബോസം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. Then nucleoplasm, it is a fluid part of the nucleus. Nucleolus and the chromatin reticulum are seen here. എന്താണ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മാർമികവും ക്രൊമാറ്റിൻ ജാലികവും എന്താണ് കാണപ്പെടുന്നു. ഈ മർമ്മസ്ഥലം ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ. എന്താണ് ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. എന്താ ഈ ന്യൂക്ലിയസിന്റെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുമുള്ള സ്ഥലമാണിത് അല്ലേ. മെംബ്രെയിൻ കവേഴ്സ് മെംബ്രെയിൻ ആണ് അല്ലേ. ദെൻ ക്രോമാറ്റിൻ റെറ്റിക്കുലം, ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം.
ദേ ക്യാരി ജീൻസ്. എന്താണ് ന്യൂക്ലിയോപ്ലാസത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ക്രോമാറ്റിൻ റെട്ടിക്കുളം. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ദെയർ ഫ്രാക്ഷൻ? നൗ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. എന്താണ് നിങ്ങളിപ്പോൾ ജീവിതത്തിന്റെ മർമ്മത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും മനസ്സിലാക്കിയല്ലോ അല്ലേ? ചുവടെ നൽകിയ ഈ ടേബിൾ പൂർത്തിയാക്കുക. പാർട്ടും പെക്യുലാരിറ്റിയും എന്താണ് ഭാഗവും അതിന്റെ സവിശേഷതയും. ഇനി നോക്കൂ, എന്താണ് പ്രോകാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട് അല്ലേ? ഇൻ ദ സെൽ ഓഫ് ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ ആൻഡ് മൈസോപ്ലാസ്മ, നോ ന്യൂക്ലിയസ് ഈസ് സീൻ. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്രോകാരിയോട്ട്സ്. എന്താണ് ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവരുടെ സെല്ലിൽ മർമ്മം കാണപ്പെടുന്നില്ല, ന്യൂക്ലിയസ് കാണുന്നില്ല. നോ ന്യൂക്ലിയസ് ഈസ് സീൻ. എന്താ ഇതിനൊക്കെയാണ് ബാക്ടീരിയയിലും ബാക്ടീരിയയും മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ സെല്ലിൽ എന്താണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികൾ എന്താണ് പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. ബട്ട് ഇൻ ദ സെൽസ് ഓഫ് അമീബ, ആനിമൽസ് ഓഫ് ആൻഡ് പ്ലാന്റ്സ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കവേർഡ് ബൈ മെംബ്രെയിൻ ഈസ് സീൻ. ദ ഓർഗാനിസം ആർ കോൾഡ് യൂക്കാരിയോട്ട്. എന്താണ് എന്നാൽ അമീബ പിന്നെന്താണ് ആനിമൽസ്, പ്ലാന്റ്സ് എന്നിവയുടെ സെല്ലുകളിൽ എന്താണ് സ്ഥലത്താൽ ന്യൂക്ലിയസ് അല്ലെ എന്താണ് അമീബ, ആനിമൽസ്, പ്ലാന്റ്സ് എന്നിവയുടെ സെല്ലുകളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ഇത്തരം ജീവികൾ എന്താണ് യൂക്കാരിയോട്ട് എന്നറിയപ്പെടുന്നു. ഓക്കെ, ദെൻ ഈ കുട്ടി പറയുന്ന isn't it surprising that cell exists even without a nucleus? എന്താണ് വ്യക്തമായ മർമ്മമില്ലാതെയും ജീവകോശങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നോ അത്ഭുതം തന്നെയെന്ന് പറയാനല്ലേ. ന്യൂക്ലിയസ് ഇല്ലാതെ എന്താണ് ജീവൻ നിലനിൽക്കുന്നുണ്ട് അല്ലേ. Those who change color and taste, എന്താണ് ഈ നിറവും രുചിയും മാറ്റുന്നവർ. എന്താണ് the color and taste of fruits change when they ripen. What may be the reason for this? അപ്പൊ നമ്മൾ പഴുക്കുമ്പോൾ എന്താണ് ഈ ഫലങ്ങളുടെ നിറവും രുചിയും എല്ലാം മാറുന്നല്ലേ. എന്താവാൻ കാരണം? Haven't you had such doubts? Can you guess the reason? എന്താണ് ഈ സംശയം നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? കാരണം ഒന്ന് ഊഹിച്ചു നോക്കൂ. Read the description below and check the validity of your guess. Discuss on the basis of indicator and record your inference in the science diary. എന്താണ് ചുവടെ നൽകിയ വിവരണം വായിച്ച് നിങ്ങളുടെ ഊഹത്തിന്റെ സാധ്യത പരിശോധിക്കുക. സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിഗമനം നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക. Plastids are the cell organelles that are exclusively found in plants. They are of three kinds, namely chromoplast, chloroplast and ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ കോശാംശ എന്ന അംഗങ്ങളാണ് കോശാംഗങ്ങളാണ് ഈ പ്ലാസ്റ്റിഡ്സ്. എന്താണ് സസ്യകോശങ്ങളിൽ മാത്രം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഈ പ്ലാസ്റ്റിഡ് സെൽ ഓർഗാനിസം ദാറ്റ് ആർ എക്സ്ക്ലൂസീവ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗാനിലാണ് എന്ത് ഈ പ്ലാസ്റ്റിഡ്. ദേ ആർ ഓഫ് ത്രീ കൈൻഡ്സ് അല്ലെ, 3 തരമുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെ എന്നിവ. പിന്നെന്താണ്? യു നോ ദാറ്റ് ഫോട്ടോസിന്തസിസ് ഇസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. എന്താണ് നമ്മൾ അറിയാത്? ഈ ഫോട്ടോസിന്തസ് നിർവഹിക്കുന്നത് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് ആണ് നിർവഹിക്കുന്നത്. ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ് ഈ പൂക്കൾക്കും ഫലങ്ങൾക്കും എന്താണ് എന്നിവക്ക് നിറം നൽകുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് അല്ലേ. പിന്നെ ക്സാന്തോഫിൽ യെല്ലോ, കരോട്ടീൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസിനാൻ റെഡ്, പർപ്പിൾ എക്സെട്ര ആർ സർട്ടൻ പിഗ്മെന്റ് ഇൻ ക്രോമോപ്ലാസ്റ്റ്. ഈ ക്രോമോപ്ലാസ്റ്റിലുള്ള കുറച്ച് പിഗ്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? യെല്ലോ കളർ കൊടുക്കുന്ന ക്സാന്തോഫില്ലും, യെല്ലോയിഷ് ഓറഞ്ച് കൊടുക്കുന്ന കരോട്ടീനും, പിന്നെന്താ റെഡും പർപ്പിളൊക്കെ കൊടുക്കുന്ന ആന്തോസിനാനും ആണ് അല്ലേ. ആന്തോസയാനിൻ ആണ് അല്ലേ. ഓക്കെ, ആന്തോസയാനിൻ. ദെൻ ഇവ എന്നിവ അല്ലെ കൊടുക്കുന്നതാണ് എന്ത്?
ക്രോമോപ്ലാസ്റ്റ് ആണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. ഈ ക്രോമോപ്ലാസ്റ്റിലെ ചില കളറുകളാണ് എന്ത്? സാന്തോഫിൽ അല്ലെ, മഞ്ഞ നിറം, അതുപോലെ കരോട്ടിന് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, പിന്നെന്താണ് ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ അല്ലെ, എന്നിവ ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് എന്ത് എന്നിവ അല്ലെ. ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് എന്ത് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. ഓക്കെ, ആർ സർട്ടൻ പിഗ്മെന്റ്സ് ഇൻ ദ വേരിയസ് റേഞ്ചസ് ഓഫ് ദിസ് പിഗ്മെന്റ്സ് ഇമ്പാർട്ട് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. Leucoplasts are the plastid having no specific color. Leucoplasts are seen in plenty in the cells where food materials are stored. As fruits ripen, chloroplast changes to chromoplast. Starch is converted to sugar. This is the secret behind the change in the color and the taste of fruits. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇവയുടെ ഏറ്റക്കുറിച്ചിലാണ് എന്ത് ഈ സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത് അല്ലെ. പ്രത്യേക നിറമില്ലാത്ത ഒരു ജൈവ ഘടകമാണ് എന്ത് ഈ ല്യൂക്കോപ്ലാസ്റ്റ്. പ്രത്യേക കളർ നിറമൊന്നും എന്താണ് പ്രത്യേക നിറമില്ലാത്തൊരു സാധനമാണിത് ഈ ല്യൂക്കോപ്ലാസ്റ്റ്. പിന്നെ ആഹാര വസ്തുക്കളുടെ സംവരണം നടക്കുന്ന ഈ സെല്ലുകളിൽ ഈ ല്യൂക്കോപ്ലാസ്റ്റ് കൂടുതലായി കാണപ്പെടുന്നുണ്ട് അല്ലെ. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകർണങ്ങൾ എന്താണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് റൈപ്പൻ ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് മാറിയിട്ട് എന്താവും? ക്രോമോപ്ലാസ്റ്റ് ആവും അല്ലെ. പിന്നെ സ്റ്റാർച്ച് എന്താക്കും? ഷുഗറായി കൺവേർട്ട് ചെയ്യും അല്ലെ. പിന്നെ ദിസ് ഈസ് എ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ എന്താണ് ഈ ഇതാണ് എന്ത് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. ഓക്കെ, ദെൻ haven't you now learned about the cell organelles that perform different physiological functions in a plant cell? Observe the illustration showing various cell organelles in the animal cell. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്ലാന്റ് സെല്ലിന്റെ വിവിധ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഈ പ്ലാന്റ് സെല്ലിന്റെ ഇത് പഠിക്കുന്ന ഡിഫറൻസ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്താക്കി ഈ നിങ്ങളിപ്പോൾ എന്താക്കി ഇതിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ. അതുപോലെ എന്താണ് ഈ ജന്തുകോശത്തിനുള്ളിലെ ആനിമൽ സെല്ലിലെ വിവിധ കോശാംഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കുക അല്ലെ. എന്താണ് വേരിയസ് സെൽ ഓർഗനലസ് ആണ് ഇത് അല്ലെ, ആനിമൽ സെല്ലിലുള്ള. അപ്പൊ എന്താണ് ഇത്? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, പിന്നെന്താണ് സെൻട്രോസോം, റൈബോസോം, സൈറ്റോപ്ലാസം, പിന്നെന്താണ് മിറ്റോകോൺട്രിയോൺ അല്ലെ. ആനിമൽ സെൽ. അപ്പൊ ഇത് ആനിമൽ സെല്ലിനുള്ള ഇതാണ് അല്ലെ. നേരത്തെ പ്ലാന്റ് സെല്ലേയും പറഞ്ഞിരുന്നത്. നമ്മൾ നോക്കി ഇതിലുള്ളത് നോക്കിയേ, ബയോ മെംബ്രെയിന് ബോക്സിലുള്ളത് നമ്മൾ നോക്കിയില്ലായിരുന്നു അല്ലെ. ബയോ മെംബ്രെയിന് എന്താണ്? we see that the cell has a membranous covering. This covering separates the cell from its adjacent cell. Not only the cell but the nucleus and many of the cell organelles also have membranous covering. These biomembranes regulate the exchange of materials between cells and between cells, organelles and cytoplasm. These membranes are called selectively permeable membrane as they allow only the essential materials to pass. എന്താണ് ഈ സെല്ലിന് ഒരു സ്ഥലാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ ആവരണമാണ് എന്ത്? സെല്ലിനെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. കോശം എന്ന് പറഞ്ഞ സെല്ല് കേട്ടോ. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംശങ്ങൾക്കും എന്താണ് ഈ സ്ഥലാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നതിന് ജീവാസ്തരങ്ങളാണ് അല്ലെ. പിന്നെ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തി വിടുന്നതിനാണ് ഈ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇൻഡിക്കേറ്റർ പ്ലാസ്റ്റിഡ്സ് ഇൻ ദ പ്ലാന്റ് സെല്ല്. എന്താണ്? പ്ലാന്റ് സെല്ലിലെ ജൈവ കണങ്ങൾ അല്ലെ. പ്ലാന്റ് സെല്ലിലെ പ്ലാസ്റ്റിഡ്സ്. പിന്നെ പിഗ്മെന്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. എന്താണ്? ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെന്റ്സ്. പിന്നെന്താണ്? ക്രോമോപ്ലാസ്റ്റ് ആൻഡ് സൺലൈറ്റ്. എന്താണ്? ക്രോമോപ്ലാസ്റ്റും വർണ്ണകണങ്ങളും സൂര്യപ്രകാശവും. ചേഞ്ച് ഓഫ് കളർ ആൻഡ് ടേസ്റ്റ് ഇൻ ഫ്രൂട്ട്സ്. എന്താ? ഫലങ്ങളുടെ നിറമാറ്റവും രുചിമാറ്റവും. ഇത് ആനിമൽ സെല്ലാണ് അല്ലെ. ഇനി എന്താ? സെൻട്രോസോം. എന്താ? സെൻട്രോസോം ഇസ് ദ എന്താണ് സെൽ ഓർഗനല്ല ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽ അല്ലെ. ഈ സെൻട്രോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഓർഗാനല്ലയാണ് അല്ലെ. അത് ഓൺലി ആനിമൽ സെല്ലിൽ മാത്രമേ കാണപ്പെടുള്ളൂ അല്ലെ. ദ സെൻട്രിയോൾസ് that play a major role in cell division are seen in the centrosome. എന്താണ്? ഈ സെൻട്രിയോൾസിന്റെ കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന എവിടെയാണ്? സെൻട്രോസോമിലാണ്. ഓക്കെ,
Lysosome. Lysosome contains the digestive enzymes that are required for the destruction of foreign substance entering the cell. It is seen in animal cell. എന്താണ് ഈ സെല്ലിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നു അല്ലെ, ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു, ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ലൈസോസോമും സെൽവാളും ഓക്കെ, അതിൽ എന്തൊക്കെയാണെന്നുള്ള കമ്പാരിസണും ഇതൊക്കെ എഴുതാനായില്ലേ. കമ്പയർ ദ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. എന്താണ് നിങ്ങൾ ഈ പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും താരതമ്യപ്പെടുത്തി എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. അപ്പോൾ ലൈസോസോമിലുള്ള എന്താണ്, സെൽവാളിലുള്ള എന്താണ് അല്ലേ. ലൈസോസോം എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിൻ്റെ ആണ്, ലൈസോസോം എന്ന് പറയുന്നത് ലൈസോസോം ആനിമൽ സെല്ലിൽ കാണുന്നതാണ്, പ്ലാന്റ് സെല്ലിൽ സെൽവാൾ അല്ലേ. അതുപോലെ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് രണ്ടിലും ഉള്ളത് എന്താക്കുക, നടുക്ക് എഴുതുക. പിന്നെ ആനിമൽ സെല്ലിൽ മാത്രമുള്ളത് ഇവിടെ എഴുതുക, പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളത് ഇവിടെ എഴുതുക കേട്ടോ. ഈ രണ്ട് ചിത്രങ്ങളിൽ നോക്കിയാണ് എഴുതേണ്ടത്. ഇത് ആനിമൽ സെല്ല്, ഇത് പ്ലാന്റ് സെല്ല്. ഇവിടെ പ്ലാന്റ് സെല്ല് ഇതാ കേട്ടോ. പ്ലാന്റ് സെല്ലിലും ആ ആനിമൽ സെല്ലിലും നോക്കിയിട്ട് എന്താക്കുക, അവിടെ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അതിൽ നോക്കി അങ്ങനെ എഴുതിയാൽ മതി, ഇത്രയേ ഉള്ളൂ. ദെൻ prepare an illustration like this showing the difference between prokaryote and eukaryote. Though organisms show diversity in their external character, their cells show resemblance in their structure and functions. This unity at the micro level is a clear evidence of the interrelationship of the organisms. എന്താണ്, യൂക്കാരിയോട്ടുകളും പ്രോകാരിയോട്ടുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചിത്രീകരണം നിങ്ങൾ തയ്യാറാക്കുക. അതുപോലെ ജീവജാലങ്ങളിൽ പുറമേക്ക് വൈവിധ്യമുണ്ടെങ്കിലും അവയിലെ കോശങ്ങൾക്ക് ഘടനയും ജീവധർമ്മത്തിലും സമാനതകൾ ഏറെയാണ് അല്ലേ. സൂക്ഷ്മതലത്തിലെ ഈ ഏകത്വം എന്താണ്, ജീവജാലങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ്. അപ്പം ഇത്രയുള്ള ചാപ്റ്റർ കേട്ടോ. ഇപ്പോൾ ചാപ്റ്റർ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. സെൽ മെമ്പറൈൻ അതുപോലെ ആനിമൽ സെല്ലും അതുപോലെ എന്താണ് പ്ലാന്റ് സെല്ലും ഒക്കെ നന്നായിട്ട് നിങ്ങൾ എന്താക്കുക, വരച്ച് പഠിക്കുക. അത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന് തമ്മിലുള്ള കമ്പാരിസൺ ഉണ്ടാക്കുക. അതുപോലെ എന്താണ് ഈ പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടിൻ്റെയും ഒക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്